ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിനെ പോലത്തെ ഒരു ദൈവമില്ല അല്ലെ. നമ്മൾ എത്രമാത്രം സ്നേഹിക്കുകയും ഇത്രമാത്രം നമ്മളോട് കരുണയോടുകൂടി പെരുമാറുകയും ചെയ്യുന്ന ഒരു ദൈവമില്ല. ദൈവത്തിന്റെ ദീർഘക്ഷമ അത് ഒരിക്കൽ പോലും ഒരു വ്യക്തികൾക്ക് പോലും മനസ്സിലാകാൻ സാധിക്കുന്നതല്ല. അത് അളക്കാൻ സാധിക്കുന്നില്ല. ദൈവത്തിന്റെ സ്നേഹവും അങ്ങനെ തന്നെ അല്ലേ. എന്തിനാണ് നമ്മൾ ഇത്രമാത്രം സ്നേഹിക്കുന്നത്, എന്തിനാണ് നമുക്ക് ഇത്രമാത്രം ചാൻസുകൾ തരുന്നത് ജീവിതത്തിൽ അല്ലെ എന്ന് നമ്മൾ ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ വിചാരിച്ചു പോയിട്ടുണ്ടായിരിക്കും. ഓരോ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ക്ഷമ ചോദിച്ചുകൊണ്ട് ദൈവത്തിന് മുമ്പിലേക്ക് വരുമ്പോൾ അടുത്തൊരു ചാൻസ് തരുന്നതിന് പകരമായിട്ട് ദൈവം എന്താ ചെയ്യുക വെച്ചാൽ ഒരു പുതിയ തുടക്കം തരുക ചെയ്യുന്നത് അല്ലെ. അപ്പൊ പുതിയ തുടക്കങ്ങളുടെ ദൈവമാ. എത്രമാത്രം തുടക്കം തന്നാലും ദൈവത്തിന് എന്താ പറയണേ, ഒരു മടുപ്പില്ല. കാരണം ഒരാത്മാവിന്റെ വില വളരെയധികം അറിയാവുന്ന വ്യക്തിയാണ് നമ്മുടെ ദൈവം അല്ലെ. അതുകൊണ്ടാണ് നമ്മളോട് ഇത്രമാത്രം ക്ഷമിക്കാനും ഇത്രമാത്രം കരുണ കാണിക്കാനും ഒക്കെ നമ്മുടെ ദൈവത്തിന് താല്പര്യമുള്ളത്. നമ്മൾക്ക് ഒരുപാട് പ്രോമിസുകൾ തരാൻ വേണ്ടി, വാഗ്ദത്തങ്ങൾ തരാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ദൈവം. അതോടൊപ്പം തന്നെ വെറുതെ പ്രോമിസ് തന്നിട്ട് വെറുതെ കളയുമല്ല, അതെല്ലാം അതുപോലെ തന്നെ നടപ്പിലാക്കാനും താല്പര്യപ്പെടുന്ന ദൈവം. അങ്ങനെ തന്നെ ചെയ്യുന്ന ദൈവം യേശു ക്രിസ്തു അല്ലെ. അപ്പൊ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിലേക്ക് നമ്മളിങ്ങനെ ക്ലിങ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടൊരു ജീവിതമായിരിക്കട്ടെ. ദൈവം നമുക്ക് ഓരോ പ്രോമിസുകൾ തരുമ്പോൾ, ദൈവത്തിന്റെ ഓരോ വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് ജീവിക്കുക അല്ലെ. അത് എടുത്തു കളയാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ നിന്ന് സംശയവും ഓരോ കാര്യങ്ങളും ഒക്കെ ആക്കി ഇട്ടിട്ട് അത് നമ്മുടെ മനസ്സിൽ ദൈവം തന്നിരിക്കുന്ന പ്രോമിസുകൾ എടുത്ത് കളയാൻ വേണ്ടി നടക്കുന്ന ഒരുത്തരുണ്ട്. അവന്റെ പേരാണ് പിശാച്, സൈത്താൻ അല്ലെ. അപ്പൊ അയാളെ നമ്മുടെ അടുത്തേക്ക് പോലും അടുപ്പിക്കാതിരിക്കും. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയാനുള്ളത്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവേ, സമയത്ത് നന്ദിപ്പെടുന്നു. അങ്ങനെ പോലെ ദൈവമില്ല. ഇത്രയധികം സ്നേഹം ഞങ്ങളോട് കാണിക്കാൻ മാത്രം ഒരു കാര്യം ഞങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങയുടെ സ്നേഹം ഒരിക്കലും കെട്ടുപോകാത്ത സ്നേഹം, ഞങ്ങളെ തേടിയെത്തിയ സ്നേഹം, തേടിയെത്തുന്ന സ്നേഹം. താങ്ക് യു ജീസസ്. കർത്താവേ, ഹല്ലേലൂയ ഫാദർ. എല്ലാ മഹത്വം അങ്ങയുടെ പേരിന് മാത്രമായിരിക്കട്ടെ യേശുവേ. അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു പിതാവേ. അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇത് സദൃശവാക്യത്തിൽ നിന്ന് വായിക്കാം. സദൃശവാക്യത്തിൽ 25ാമത്തെ ചാപ്റ്ററിന്റെ 15ാമത്തെ വാക്ക് ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നു. സദൃശവാക്യങ്ങൾ 25ാമത്തെ ചാപ്റ്ററിന്റെ 15ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: ദീർഘശാന്തി കൊണ്ട് ന്യായാധിപന് സമ്മതം വരുന്നു, മൃദുവായുള്ള നാവ് അസ്ഥിയെ നുറുക്കുന്നു. എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് കൊണ്ട് അല്ലെ. നമ്മള് കുറച്ച് എടുത്തു ചാടി ഒന്നും ചെയ്യാതെ എന്താ പറയുക, ഇച്ചിരി പേഷ്യൻസോടുകൂടി അല്ലെ, ദീർഘക്ഷമയോടുകൂടി നമ്മുടെ കാര്യങ്ങൾ നടക്കുമ്പോൾ ന്യായാധിപന് സമ്മതം വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്കറിയാം, ഇത് വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്ന ഒരു കാര്യം, ലൂക്കോസ് സുവിശേഷം 18ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ അല്ലെ, അവിടെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന് യേശു പറഞ്ഞിരിക്കുന്ന ഒരു ഉപമയുണ്ട് അല്ലെ. അപ്പോൾ ഈ ഒരു സ്ത്രീ അവർക്ക് നീതി കിട്ടണം, ന്യായം കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഈ ന്യായാധിപന്റെ അടുത്തേക്ക് വരുന്നു അല്ല. അപ്പൊ ന്യായാധിപനെ പറ്റി പറയാനാണെങ്കിൽ അദ്ദേഹത്തിന് ദൈവത്തോടും ഭയമില്ല, മനുഷ്യരോടും ഭയമില്ല, മനുഷ്യരെ പറ്റി ഒരു വിചാരവുമില്ല. അങ്ങനെ നടക്കുന്ന റഫ് ആൻഡ് ടഫ് ആയിട്ട് നടക്കുന്ന ഒരു ഗൈ അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഈ വിധവ എന്താ പറയണ, എല്ലാ ദിവസവും ചെന്ന് പറയും, എനിക്ക് എന്താ പറയണ, എന്റെ ശത്രുക്കളിൽ നിന്ന് എനിക്കൊരു വിടുതൽ കിട്ടിയേ പറ്റത്തില്ല, എനിക്കൊരു ന്യായം പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞ് അവരിങ്ങനെ കയറി ഇറങ്ങി നടക്കുക. പക്ഷെ അവസാനമായി കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിന് തന്നെ ഈ ന്യായാധിപനെ കേട്ട് മടുത്തിട്ട് ഓക്കെ എന്നപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നു പറയുക അല്ലെ. അപ്പൊ ചെയ്യുക. അപ്പൊ അങ്ങനെയാകുമ്പോ യേശു പറയുവാണ്, നമ്മളോട് ചോദിക്കും, ഇപ്പൊ ഇങ്ങനെ ഉള്ള ഒരു ന്യായാധിപൻ ആണെങ്കിൽ, ഇങ്ങനെ ഒരു ദൈവഭയമൊന്നും ഇല്ലാതെ നടക്കുന്ന ന്യായാധിപനും കൂടെ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തോന്നിയെങ്കിൽ ദൈവം എത്രയും കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്ന പെർസിസ്റ്റന്റ് ആയിട്ട് ചെയ്യും അല്ലെ. നമ്മളത് ദീർഘക്ഷമയോടുകൂടി മുമ്പോട്ട് പോകും എന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മളുടെ ദൈവം ചെയ്യാത്ത ഒരു കാര്യത്തെ പറ്റി നമ്മളെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. എന്താണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ യേശുവാണ് സ്നേഹിച്ചത്, നമ്മളല്ല അല്ലെ. നമ്മൾ അങ്ങോട്ട് കയറി യേശുവിനെ സ്നേഹിക്കാൻ ചെന്നതല്ല. യേശു നമ്മൾ പാപികളായിരുന്ന സമയത്ത് നമ്മളെ ഇങ്ങോട്ട് കയറി സ്നേഹിച്ചു. നമ്മളെ എന്താ പറയാ, ഒന്നിനും കൊള്ളാതിരുന്ന നമ്മളെ സ്നേഹിച്ച് നമ്മുടെ സ്വന്തം രക്തം കൊണ്ട് വീണ്ടെടുത്ത് നമ്മളെ വാഷ് ചെയ്ത് സ്വന്തം രക്തം കൊണ്ട് തന്റെ സ്നേഹം കൊണ്ട് നമ്മളെ നിറച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മളെ തിരിച്ച് അങ്ങോട്ട് സ്നേഹിച്ചത് അല്ലെ. അതുപോലെ തന്നെയാണ് ദൈവം നമ്മളോട് പറയുന്നത് പേഷ്യൻസ് ഉണ്ടായിരിക്കണം, നിങ്ങൾ എന്താ പറയാ, ദീർഘക്ഷമയുള്ളവരായിരിക്കണം. ഈ ദൈവം പറയുന്ന ഓരോ കാര്യങ്ങളും
കാര്യത്തില് അത് സാധിക്കുന്നത് വരെ എന്താ പറയാ ദൈവത്തെ അപ്പോഴും നമ്മളിങ്ങനെ മുറുകെ പിടിക്കണം. പക്ഷെ ദൈവം പറയുന്നത് ഒരു കാര്യം ദൈവം പറഞ്ഞു കഴിയുമ്പോ അത് സാധിക്കുന്നോടം വരെ അല്ലെ അത് വിട്ടുകൊടുക്കാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം എന്ന് ദൈവം പറഞ്ഞിരിക്കുക. അത് തന്നെയാണ് ദൈവം നമ്മുടെ കാര്യത്തിലും ചെയ്യുന്നത് അല്ലെ. നമ്മൾ ഒരു കാരണവശാലും വിട്ട് കളയാതിരിക്കാനുള്ള സകല കാര്യങ്ങൾ ദൈവം ചെയ്യും അല്ലെ. നമ്മളോട് വളരെയധികം ദൈവത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിന്റെ 34 വാക്കിൽ ചാപ്റ്ററിലേക്ക് പോകുമ്പോ 6 വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. യഹോവ പുറപ്പാട് പുസ്തകത്തിന്റെ 34 ചാപ്റ്ററിന്റെ 6 വാക്ക് ഇങ്ങനെ പറഞ്ഞു, യഹോവ അവന്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചത് എന്തെന്നാൽ യഹോവ യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തയും ഉള്ളവൻ. എന്താ പറയുക, ദീർഘക്ഷമയുള്ളവൻ, മഹാദയുള്ളവനാണ്, കൃപയുള്ളവനാണ്, കരുണയുള്ളവനാണ് നമ്മുടെ ദൈവം. ദീർഘക്ഷമയാണ് നമ്മുടെ കാര്യത്തിൽ നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവം അതാണ്, ദീർഘക്ഷമയുള്ള ദൈവം. അങ്ങനെ ദൈവം തന്റെ ദീർഘക്ഷമ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിച്ചില്ലായിരുന്നെങ്കിൽ, നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്നില്ല എങ്കിൽ നമ്മുടെ കാര്യം എന്തായിരിക്കും എന്ന് വിചാരിച്ചു നോക്കി. നമ്മളിൽ എത്ര പേരുണ്ട് ഏറ്റവും നന്മ ഉള്ള മനുഷ്യര് അല്ലെ. എല്ലാവരും പാപം ചെയ്തിട്ട് വീണുപോയെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ ഓരോ ദിവസവും നമ്മൾ ദൈവത്തിലായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്, ദീർഘക്ഷമയാണ്, നമ്മളെ തേടിയെത്തുന്ന സ്നേഹമാണ്. അപ്പോ ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ കൂടെയുള്ള നമ്മുടെ നടപ്പിൽ ദീർഘക്ഷമ ഉള്ളവരായിരിക്കുക. പ്രത്യേകിച്ച് ദൈവം എന്താ പറയുക ഒരു വാഗ്ദത്തമൊക്കെ തന്നു കഴിയുമ്പോൾ ദീർഘക്ഷമയോടുകൂടി അതിനെ പിടിച്ചെടുക്കാൻ വേണ്ടിയല്ല, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, വിട്ടുകൊടുക്കരുത് പിശാചിന്. നമ്മുടെ മനസ്സിലേക്ക് ദൈവം ഒരു വിത്തിട്ട് കഴിയുമ്പോൾ, ദൈവത്തിന്റെ വാഗ്ദാനം ഇട്ട് കഴിയുമ്പോൾ, ദൈവത്തിന്റെ വചനം ഇട്ട് കഴിയുമ്പോൾ അത് പിറക്കി കളയാൻ വേണ്ടി അല്ലെങ്കിൽ അത് കൊത്തിയെടുത്തോണ്ട് പോകാൻ വേണ്ടി കഴുകനെ പോലെ പിശാചുണ്ട് എന്നുള്ള കാര്യം എന്നും മനസ്സിലാക്കുക അല്ലെ. നമ്മുടെ ദൈവത്തിന്റെ നമ്മളോടുള്ള ദീർഘക്ഷമയെ പറ്റി ഒരു വാക്കൂടെ പറയുകയാണെങ്കിൽ നമുക്കറിയാം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 13 ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ വേറൊരു ഉപമ നമ്മുടെ ദൈവം പറഞ്ഞിട്ടുണ്ട്. മുന്തിരിത്തോട്ടത്തെ നടുക്ക് തട്ടുന്ന ഒരു വൃക്ഷത്തെ പറ്റി അല്ലെ. ദൈവത്തിന്റെ മുന്തിരിത്തോട്ടം ഇസ്രായേലാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഐസയ്ക്കകത്ത് 5 ചാപ്റ്റർ നമ്മൾ എല്ലാവരും വായിക്കുന്ന. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ചർച്ചും ദൈവത്തിന്റെ മുന്തിരിത്തോട്ടം തന്നെയാ. അതിന്റെ നടുക്ക് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെയാണ് നമ്മളിൽ പലരും അല്ലെ. അപ്പൊ അതെങ്ങനെ അത്യവശ്യത്തിന്റെ കാര്യം എന്താ, 3 വർഷം വളയിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്നും ഒരു കാര്യം നടക്കുന്നില്ല അല്ലെ. അപ്പൊ ഈ ഉടമസ്ഥൻ ഉടമസ്ഥൻ വന്നിട്ട് തോട്ടക്കാരനോട് പറയും, ഇപ്പൊ ഇതിവിടെ നിർത്തിട്ട് എന്ത് കാര്യം, അതിനെ കട്ട് ചെയ്ത് വിടും അല്ലെ. പക്ഷെ അപ്പൊ തോട്ടക്കാരൻ നമ്മുടെ യേശുക്രിസ്തു പറയും, അങ്ങനെയല്ല, ഒരു വർഷം കൊണ്ട് നിൽക്കട്ടെ, ഞാൻ ഇച്ചിരി കൂടെ എന്റെ ഇടയ്ക്ക് ഒന്ന് കിളക്കട്ടെ, അതിന് കുറച്ച് എന്താ പറയുക വെള്ളം കൂടെ ഇട്ട് കൊടുക്കണം, കുറച്ച് വെള്ളം കൊണ്ട് ഇട്ട് കൊടുക്കട്ടെ, അത് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ അതാണ് നമ്മുടെ യേശുക്രിസ്തു, നമ്മളുടെ സ്നേഹം. അപ്പൊ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താ പറയണേ, സ്വർഗത്തിന് താഴെ എല്ലാ കാര്യത്തിനും അല്ലെ, സ്വർഗത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ എല്ലാ കാര്യത്തിനും ഓരോ സീസൺ ഉണ്ട് അല്ലെ, ഓരോ സീസൺ ഉണ്ട്. ദൈവം എന്ത് ചെയ്യുന്നു പറഞ്ഞാലും ഓരോ സീസൺ വെച്ച് ദൈവം ചെയ്യത്തുള്ളൂ, എല്ലാവരും ഒറ്റയടിക്ക് ചെയ്യുന്ന ആളല്ല. അപ്പൊ ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ജനിക്കാനൊരു സമയം, മരിക്കാനൊരു സമയം, നെല്ല് വിതയ്ക്കാനൊരു സമയം, കൊയ്യാനൊരു സമയം അല്ലെ, കളം ഒരുക്കാനൊരു സമയം, എല്ലാത്തിനും സമയമുണ്ട്. എല്ലാത്തിന്റെ സമയത്ത് ദൈവം അതാതിന് കാര്യം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ഒരു പ്രോമിസ് കിട്ടുവാണെങ്കിൽ, ദൈവം തരികയാണെങ്കിൽ അത് ഒറ്റയടിക്ക് ദൈവം ചെയ്തു തരണമെന്നില്ല അല്ലെ. നമുക്കറിയാം എബ്രഹാമിന്റെ കാര്യത്തിൽ 25 വർഷം എടുത്തിട്ടാണ് ഐസക്കിനെ കൊടുത്തത്. അതിന്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടുന്ന പ്രോമിസിന്റെ ഇടയ്ക്ക് കയറി നമ്മൾ ഇസ്മായേൽസിനെ സൃഷ്ടിക്കാൻ ശ്രമിക്കരുത് എന്നാ ദൈവം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ ആ സീസൺ വരുന്നതിന് വരെ, ദൈവം ചെയ്യുന്ന അതേ സമയം വരെ അല്ലെ, വിശ്വാസത്തോടുകൂടി ദീർഘക്ഷമയോടുകൂടി നമ്മൾ കാത്തിരിക്കും അല്ലെ, വിട്ടുകൊടുക്കാൻ ഇടവരുത്തത്. വിശേഷമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓരോ കാര്യങ്ങൾ കൊണ്ടിടുമ്പോൾ, നമ്മളുടെ ചുറ്റോടിയിട്ടുള്ള ആൾക്കാർ വഴി നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ വിട്ടുകൊടുക്കരുത് അല്ലെ. എന്റെ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദാനം എന്താ പറയുക നിവർത്തിക്കുന്നവൻ. പിശാച് പല രീതിയിലും ചെയ്തിരിക്കും അല്ലെ. ഓരോ സീസണിലും ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റിയ ദൈവം എന്താ ചെയ്യുന്നുള്ള കാര്യം ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റണമെന്നില്ല അല്ലെ. പക്ഷെ എന്താന്ന് കഴിഞ്ഞാലും വിട്ടുകൊടുക്കാതെ ദൈവത്തിൽ തന്നെ പിടിച്ചിരിക്കുക എന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പിശാച് മനുഷ്യനെ ഇഷ്ടമല്ല പിശാചിന്, അത് നമ്മൾ ഒരു കാലത്തും മറന്നു പോകാതിരിക്കുക. മനുഷ്യനോട് പിശാചിന് താല്പര്യമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു, ഒരുപാട് സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തോടുള്ള ദേഷ്യം മുഴുവൻ ഈ പിശാച് നമ്മുടെ തലയിൽ എന്താ പറയണേ, അതവന് ദൈവത്തോടൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അത് നമ്മളെ എങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. അപ്പൊ അതിനുവേണ്ടി പ്രത്യേകിച്ച് എപ്പോഴും അവൻ നമ്മുടെ മനസ്സിലേക്ക് ഓരോ കാര്യങ്ങൾ ഇട്ടുകൊണ്ടിരിക്കും, ഓരോ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കും. പ്രത്യേകിച്ച് നമുക്കൊരു വാഗ്ദാനം ദൈവത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലോ അത് എങ്ങനെയെങ്കിലും എടുത്ത് കളയാൻ വേണ്ടി, അതെങ്ങനെയെങ്കിലും നിവർത്തിക്കാതിരിക്കാൻ വേണ്ടി
വേണ്ടി അവൻ പഠിച്ച പണി 18 നോക്കിയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കൽ പോലും പിശാച് ഇങ്ങനെ പറയത്തില്ല. അപ്പൊ നമ്മുടെ ദൈവം നമുക്കൊരു വാഗ്ദാനം തന്നു കഴിയുമ്പോൾ, അയ്യോ കൺഗ്രാജുലേഷൻസ് കേട്ടോ, നിനക്കൊരു വാഗ്ദാനം കിട്ടിയല്ലോ, ഓ അങ്ങനെ തന്നെ ആകട്ടെ, ദൈവം പറഞ്ഞ പോലെ അങ്ങനെ തന്നെ ആകട്ടെ. അങ്ങനെ പിശാച് പറയാൻ പോകുന്നില്ല. അവൻ പഠിച്ച പണി 18 ശ്രമിച്ച് നമ്മുടെ കയ്യിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ ദൈവത്തിന്റെ വാഗ്ദാനത്തെ എടുത്ത് മാറ്റിക്കളയാൻ വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനുള്ള സകല വിധത്തിലുള്ള കരുക്കളും അവൻ എന്താ പറയുക ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ദൈവം തന്നെ നമ്മോട് പറഞ്ഞിരിക്കുന്ന യെശയ്യാവിന്റെ 55-ാമത്തെ ചാപ്റ്റർ പറഞ്ഞിരിക്കുക, ദൈവത്തിന്റെ വചനം ഒരിക്കൽ പോലും അത് നിവൃത്തിയാകാതെ ദൈവത്തിലേക്ക് തിരിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന വാഗ്ദാനം അത് നിവൃത്തിയാകുന്ന ഒരു കാലത്തും പക്ഷാലും തിരിച്ചു ചെല്ലാൻ, ദൈവത്തിലേക്ക് തിരിച്ചു ചെല്ലാൻ പറ്റത്തില്ല. പക്ഷെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ആ വാഗ്ദാനം വേണ്ട എന്ന് വെച്ച് കഴിയുമ്പോൾ, അല്ലെ, അത് ദൈവത്തിനോട് നമുക്ക് അതിനെപ്പറ്റി താല്പര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ ചെയ്യുമ്പോൾ അത് എന്താ പറയുന്നത്, ദൈവം അത് നമ്മൾ വഴി ചിലപ്പോൾ പ്രാവർത്തികമാക്കണമെന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ദൈവം ഒരാളോട് പ്രീച്ച് ചെയ്യാൻ പറയുവാണെങ്കിൽ, ഒരു ദൈവത്തിന്റെ മിനിസ്ട്രിയിലേക്ക് ഇറങ്ങാൻ പറയുവാണെങ്കിൽ, ഇല്ല എനിക്കതൊന്നും താല്പര്യമൊന്നുമില്ല. ദൈവം നമ്മളോട് പറയുന്നത് വെറുതെ അല്ല പറയുക, അത് ദൈവത്തിന്റെ ബില്ലാണ്, ദൈവത്തിന്റെ നമ്മളെ പറ്റിയുള്ള എന്താ പറയാ ദൈവത്തിന്റെ ആഗ്രഹമാണ് പറയുന്നത്, ദൈവത്തിന്റെ തീരുമാനമാണ് ദൈവം പറയുന്നത്, അല്ലെ, നിങ്ങൾ പ്രീച്ച് ചെയ്യണം, നിങ്ങൾ മിനിസ്ട്രി വർക്കിലായിരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദാനമാണ്, ദൈവം കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോ അല്ല അങ്ങനെയല്ല, എനിക്ക് താല്പര്യമില്ല, എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല, അല്ലെ, അല്ലെങ്കിൽ എനിക്ക് ജോലിയൊക്കെ ഉണ്ട്, എനിക്ക് അങ്ങനെ പറയുമ്പോ നമ്മൾ വഴി ആ വർക്ക് അത് നടക്കത്തില്ല, അല്ലെ. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദാനം അവിടെ ഉണ്ട്, ദൈവം വേറെ ആരെങ്കിലും ഉപയോഗിക്കും, അല്ലെ. ദൈവത്തിന്റെ വാക്ക് വെറുതെ ആകത്തില്ല, ദൈവം നമ്മളല്ലെങ്കിൽ വേറെ ആരെങ്കിലും വഴി ചെയ്യും, പക്ഷെ നമ്മൾ നഷ്ടപ്പെട്ടു, അല്ലെ. അപ്പൊ അത് ഞാൻ എന്താ പറയുക, ചില പിശാചിനെ കൊണ്ട് അനുവദിക്കരുത് നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമില്ലാത്ത ഡൗട്ട് കൊണ്ടുവരാനും, അല്ലെ, നമ്മുടെ ഹൃദയത്തെ ചഞ്ചലപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനൊക്കെ ഇടവരുത്തരുത്. യേശു ക്രിസ്തു ഒന്ന് വിചാരിച്ചു നോക്കിയേ, യേശുവിനെ പരീക്ഷിച്ചതിന് ശേഷം, അല്ലെ, അവസാനം ഒരു അവസരത്തിനായിട്ട് കാത്തിരിക്കാൻ അവസരം നോക്കി പിശാചു പോയി എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ലൂക്കോസ് സുവിശേഷം നമുക്ക് കാണാം, 4-ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് വരുമ്പോ നമുക്ക് കാണാൻ പറ്റൂല, യേശുവിനെ പരീക്ഷിച്ച ശേഷം യേശു വീണു പോയില്ല, അല്ലെ. അപ്പൊ എന്താ പറഞ്ഞ, പിശാചു ഒരു അവസരത്തിനായിട്ട് അവൻ കാത്തിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഗെത്സെമനെ വെച്ചിട്ട് യേശുക്രിസ്തു അവസാനത്തെ നിമിഷത്തെ യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നത്, ദൈവമേ അങ്ങേക്ക് താല്പര്യമാണ് ഈ കപ്പ എന്റെ കയ്യിൽ നിന്ന് മാറ്റിക്കള, അല്ലെ, എന്നാലും എന്റെ ആഗ്രഹമല്ല, എന്റെ വില്ലല്ല, അങ്ങയുടെ വില്ല് നടക്കട്ടെ. അങ്ങനത്തെ ഒരു ചോദ്യം യേശുക്രിസ്തു ചോദിച്ചു, ദൈവത്തോട് അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവസാനമായി കഴിഞ്ഞപ്പോഴേക്കും, അല്ലെ, ആ ഒരു മനസ്സൊന്ന് ചഞ്ചലപ്പെട്ടു പോയി. അപ്പൊ അത് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കാൻ ഇടവന്ന് എന്തുകൊണ്ടാ, പിശാച് ഇവിടെ എന്താ പറയുക, വീക്കാണ് താഴ്ന്നൊന്നും ഒരു തോന്നില്ല. കാരണം അവസാനത്തെ ആ നിമിഷം കഴിഞ്ഞപ്പോ യേശുവിന്റെ ആ മനുഷ്യമായിട്ടുള്ള സ്വഭാവം, അല്ലെ, ജഡത്തിൻ്റെതായിട്ടുള്ള സ്വഭാവം അത് ഇച്ചിരി ഒന്ന് സ്ട്രോങ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും, അതൊന്ന് എന്താ പറയുക തലയൊന്ന് നീട്ടി കഴിഞ്ഞപ്പോഴേക്കും പിശാച് അധികം കയറുക ചെയ്യുന്നത്, അല്ലെ. അപ്പൊ ആ ഒരു ഡൗട്ട് യേശുവിന്റെ മനസ്സിലേക്ക് വരുക ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ, എനിക്കിത് ചെയ്യണമോ, ഞാൻ ഈ ക്രോസ് ഓഫ് കാൽവറിയിലേക്ക് പോകണം, അങ്ങോട്ട് ഡൗട്ട് പിശാച് ഇടുക ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്കറിയാം പീറ്ററിന്റെ കാര്യം. പീറ്ററിനോടാണ് ദൈവം പറഞ്ഞത് യേശുക്രിസ്തു ആരാന്നുള്ള കാര്യം പറഞ്ഞത്, അല്ലെ. യേശുക്രിസ്തു ക്രിസ്തുവാന്നുള്ള വെളിപ്പെടുത്തൽ കൊടുത്ത പീറ്ററാണ് ആദ്യമായിട്ട് ശിഷ്യന്മാരുടെ ഇടയ്ക്ക്. അപ്പൊ അതും കൂടെ അറിയാവുന്ന പീറ്റർ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം കഴിഞ്ഞപ്പോഴേക്കും എന്താ ചെയ്തത്, എന്താ മുക്കുവനാകാൻ വേണ്ടി, ഫിഷർമാൻ ആകാൻ വേണ്ടി, ഫിഷിങ്ങിന് പിന്നെയും പോയി, അല്ലെ, മീൻ പിടിക്കാൻ വേണ്ടി പിന്നെയും പോയി. അപ്പൊ അതുപോലെ ഒരു ഫേവറിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇവൻ പിശാച് എന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. പ്രത്യേകിച്ച് നമുക്കൊരു വാഗ്ദാനം ഉണ്ടെങ്കിൽ, അപ്പൊ ദൈവം പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ആ വാഗ്ദത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അതിന്റെ ദൈവം ആ സമയം, ദൈവത്തിന്റെ സമയത്ത് ദൈവം അത് ചെയ്യുന്നത് വരെ അത് വിട്ടുകൊടുക്കരുത്, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വിട്ടുകൊടുക്കരുത്. നമ്മളോട് പറഞ്ഞവൻ വിശ്വസ്തനാണ്, നമ്മളോട് പറഞ്ഞ യേശു വിശ്വസ്തനാണ്. എന്താ പറയുക, എബ്രഹാമിന് തന്റെ വാഗ്ദാനം നിറവേറ്റി 25 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ, 25 വർഷം കഴിഞ്ഞാൽ 50 വർഷം കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദാനം ദൈവം നിറവേറ്റുക തന്നെ ചെയ്യും. പക്ഷെ ആ സമയത്ത് ടെനേഷ്യസ് ആയതുകൊണ്ട് ഞാൻ വിട്ടുകൊടുക്കത്തില്ല, ഞാൻ ഇത് പ്രാർത്ഥിച്ച് നേടിയിരിക്കും, അല്ലെ, എന്നുള്ള തീരുമാനമായിട്ട് മുമ്പോട്ട് പോകുക. അതിന്റെ ഇടയ്ക്ക് എന്തൊക്കെ പ്രശ്നമായിട്ട് പിശാച് വന്നെന്ന് പറഞ്ഞാലും, അല്ലെ, എന്തൊക്കെ ഡൗട്ടുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് അവൻ ഇട്ടെന്ന് പറഞ്ഞാലും, മറ്റുള്ളവർ വഴി സംസാരിച്ചെന്ന് പറഞ്ഞാലും അതൊന്നും ചെവി കൊടുക്കാതിരിക്കുക, അല്ലെ. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, വിട്ടുകൊടുക്കുന്നവരായിരിക്കരുത്. അതുകൊണ്ട് നമുക്ക് ലൂക്കോസ് സുവിശേഷത്തിന്റെ 18-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ
നമുക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ അതേ സ്റ്റോറീന്റെ എന്താ പറയാ, സ്ത്രീ ഈ ന്യായാധിപനെ അല്ലെ ചെന്ന് എപ്പോഴും എനിക്ക് എനിക്ക് ന്യായം കിട്ടണം, നീതി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതേ സ്റ്റോറീന്റെ 8ാമത്തെ വാക്കിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു ഒരു വാക്ക് ചോദിക്കുന്നുണ്ട്, എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ അവന് വിശ്വാസം കണ്ടെത്താനാകുമോ എന്ന് പറഞ്ഞു. യേശുക്രിസ്തു എന്താണ് അവിടെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല്, ഈ സ്ത്രീക്കുണ്ടായ വിശ്വാസം പോലെ എനിക്ക് ആ സ്ത്രീ എത്രമാത്രം എന്താ പറയുക, തൻ്റെ ആവശ്യം നേടിയേ ഞാൻ അടങ്ങൂ ഒരു വിചാരത്തിൽ മുമ്പോട്ട് പോയതുപോലെ എത്ര പേർക്ക് എന്താ പറഞ്ഞ യേശു എന്ന് ദൈവത്തിൽ നിന്ന് കാര്യങ്ങൾ കിട്ടണം എന്നുള്ള ദൈവം തന്നിരിക്കുന്ന വാഗ്ദാനത്തിൽ പിടിച്ചു കിടക്കാൻ മാത്രം അതും എന്താ പറയാ പ്രാർത്ഥിച്ച് നേടാൻ മാത്രമുള്ള വിശ്വാസം എത്ര പേർക്ക് ഉണ്ട് അല്ലെ? ദൈവത്തിലുള്ള വിശ്വാസം എത്ര പേർക്ക് ഉണ്ട്? ദൈവം വാഗ്ദാനം പറഞ്ഞ വാഗ്ദത്തം എന്താ പറയാ നടപ്പാക്കുന്നവനാണെന്നുള്ള വിശ്വാസം എത്ര പേർക്കുണ്ട്? ദൈവത്തിനോട് നിൽക്കുന്നവർ എത്ര പേരുണ്ടാകും? അതാണ് യേശുക്രിസ്തു ചോദിച്ചത് അല്ലെ? എന്താ പറയണേ, ഈ ഭൂമിയിൽ സൺ ഓഫ് മാൻ വരുമ്പോ തിരിച്ചു വരുമ്പോ ഈ ഭൂമിയിൽ എനിക്ക് വിശ്വാസം കണ്ടെത്താൻ സാധിക്കുമെന്ന് യേശുക്രിസ്തു ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ന് എനിക്ക് എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല്, ദൈവം ഒരു വാഗ്ദാനം തരുമ്പോ അത് വിട്ടുകൊടുക്കാതിരിക്കുക പിശാചിനെ അല്ലെ, വിട്ടുകൊടുക്കാതിരിക്കുക, അതിൽ മുറുക്കെ പിടിച്ചോണ്ട് പ്രാർത്ഥിച്ചോണ്ട് എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നെന്ന് പറഞ്ഞാലും അതൊരു കാരണവശാലും മറന്നു പോകാതെ അതിന് എന്താ പറയാ അത് ഉപേക്ഷിച്ച് കളയാതെ പ്രാർത്ഥിച്ച് നേടിയെടുക്കുക. അങ്ങനെയുള്ള മനസ്സുള്ളവരായിരിക്കും. വിശ്വാസവും എന്താ പറയാ ദീർഘക്ഷമയും ഒരുമിച്ചേ പോകത്തുള്ളൂ അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വിശ്വാസമുണ്ടെന്ന് വിചാരിച്ചു, ദീർഘക്ഷമയില്ലെങ്കിൽ അല്ലെ എങ്ങനെയായിരിക്കും? എനിക്ക് ഇന്ന് തന്നെ കാര്യങ്ങൾ നടക്കണം, ഇന്ന് തന്നെ എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇപ്പൊ തന്നെ കാര്യങ്ങൾ നടക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മള് ഇറങ്ങി പുറപ്പെടില്ലേ? അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ദൈവ ഓരോ കാര്യം ചെയ്യുന്ന ഓരോ സീസണിലായിട്ട് ചെയ്യുന്നു അല്ലെ? സ്വർഗത്തിന് താഴെ എല്ലാത്തിനും ഓരോ കാലങ്ങളുണ്ട് എന്ന് പറഞ്ഞ പോലെ ദൈവം തന്റെ കാലത്ത് മാത്രമേ ഉള്ളൂ നമ്മൾക്ക് പ്രോമിസ് തന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ചെയ്യത്തുള്ളൂ. അപ്പൊ എനിക്ക് ഇപ്പൊ തന്നെ എല്ലാം കാര്യം കിട്ടണം പറഞ്ഞ് വിശ്വാസമുണ്ട് എനിക്കെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. നീ വേറെ കുറച്ച് ആൾക്കാർക്ക് വിശ്വാസം ഇല്ല, പക്ഷെ ദീർഘക്ഷമയുള്ളെങ്കിൽ അത് ദൈവം ചെയ്തോളൂ എന്ന് ഞാൻ ഇവിടെ കാത്തിരിക്കുക, ഞാന് പ്രാർത്ഥിക്കുക. ചിലപ്പോ ദൈവം ചെയ്യും, ചിലപ്പോ ദൈവം ചെയ്യത്തില്ല. അങ്ങനെ ദൈവത്തിൽ നിന്നുള്ളതാണ് ഈ ദൈവം ചെയ്യുമെന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി ഒരു വിശ്വാസമില്ലാത്ത അല്ലെ, ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ അത് കിട്ടട്ടെന്നേ അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രാർത്ഥനയോടെ ഇരിക്കുകയും ചെയ്യുവാണെങ്കിലോ എന്ത് ചെയ്യും അല്ലെ? അപ്പൊ അവിടെ വിശ്വാസമില്ല. അപ്പൊ ആദ്യത്തെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ട് വിശ്വാസമുണ്ട്, പക്ഷെ ദീർഘക്ഷമയില്ല. രണ്ടാമത്തെ കാര്യത്തില് വിശ്വാസമില്ല, ദീർഘക്ഷമയുണ്ട്. അപ്പൊ വിശ്വാസം ദീർഘക്ഷമയും കൂടെ ഒരേപോലെ പോകണം അല്ലെ? ഒരേപോലെ പോകണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ദൈവം നമ്മളോട് വാഗ്ദാനമായി പറഞ്ഞിരിക്കുന്നത് എത്തിപ്പെടത്തുള്ളൂ. അതിനു വേണ്ടി പ്രാർത്ഥിച്ച് നേടിയെടുക്കുക. പിശാചിനെ അടുപ്പിക്കാതിരിക്കുക. അവൻ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തത്തെ അത് തടസ്സപ്പെടുത്താനുള്ള ഒരു അവസരം അവന് നമ്മൾ വിട്ടുകൊടുക്കാതിരിക്കുക. അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ദൈവം വാഗ്ദാനം തന്നിട്ടുണ്ട്, ദൈവത്തിൽ മുറുക്കപ്പെടുക. പ്രാർത്ഥിച്ച് മേടിക്കുന്നവരായിരിക്കട്ടെ നമ്മൾ അല്ലെ? പ്രാർത്ഥിച്ച് നമ്മുടെ ദൈവത്തിൽ നിന്ന് കാര്യങ്ങൾ സാധിക്കുന്നവരായിരിക്കട്ടെ. ദൈവം തന്നിരിക്കുന്ന വാഗ്ദാനങ്ങൾ അവൻ എന്താ പറയണേ നിവർത്തിക്കാൻ മാത്രം കരുണയുള്ള ദൈവം. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥന നിർത്താം. കർത്താവേ, സമയത്തിന് നന്ദി പറയുന്നു കർത്താവേ. നന്ദി പറയാം, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങ് വരുന്നു എന്നുള്ള വാഗ്ദത്തെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവ്. ഞങ്ങൾക്ക് ടെനാസിറ്റി തന്നെന്ന് അപേക്ഷിക്കട്ടെ. ഞങ്ങൾക്ക് പ്രാർത്ഥിച്ച് നേടിയെടുക്കാനുള്ള കൃപ തന്നെ. പിശാചിന്റെ കയ്യിലേക്ക് ഞങ്ങൾ ഇട്ട് കൊടുക്കാൻ ഇടവരുത്തായിരിക്കും. ഞങ്ങൾക്ക് മടി തോന്നാതിരിക്കട്ടെ, ഡൗട്ട് തോന്നാതിരിക്കട്ടെ കർത്താവേ. അങ്ങയില് മുറുകെ നിന്നോട്ട് കർത്താവേ, ഞങ്ങള് മുറുകെ പിടിച്ചോണ്ട് കർത്താവ് കർത്താവേ ഹെൽപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവ്. മുമ്പോട്ട് പോകാനായിട്ട് താങ്ക് യു ജീസസ്. യേശുവിൻ നാമത്തിനാമേ. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്നു യേശുവിൻ നാമത്തിനാമേ. ദൈവത്തിന്റെ മഹത്വം ഉണ്ടായി.